ഗ്രെഗ് മോർട്ടൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനും ആളുടെ ഫ്രണ്ട്സും കൂടെ പാകിസ്ഥാനിലുള്ള കേറ്റവും മൗണ്ടൻ കീഴടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവരവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അവർ ആ മൗണ്ടൻ പകുതിയോളം എത്തി. പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഗ്രെഗ് ലോസ്റ്റ് ഹിസ് വേ. അങ്ങനെ നടന്ന് ഗ്രെഗ് കോർഫെ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിപ്പെട്ടു. അവിടെ ഹജി അലി എന്ന് പറയുന്ന ഒരാളെ ഗ്രെഗ് പരിചയപ്പെട്ടു. അങ്ങനെ ഈ ഹജി അലി ഇവരുടെ ഈ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ ഗ്രെഗിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണിത്. അതായത് ആ ഗ്രാമത്തിലുള്ളവരുമായിട്ട് ആദ്യമായി ഒരു ചായ പങ്കിടുവാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും അവർക്കൊരു സ്ട്രേഞ്ചർ ആയിരിക്കും. ഇനി രണ്ടാമതും നിങ്ങളൊരു ചായ പങ്കിടുവാണ് എങ്കിൽ നിങ്ങൾ അവരുടെ ഓണേർഡ് ഗസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് ഹജി അലി പറഞ്ഞത്. ഇനി മൂന്നാമതും നിങ്ങൾക്കൊരു ചായ പങ്കിടാൻ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ നിങ്ങൾ ഇനിയും സ്ട്രേഞ്ചറോ ഓണേർഡ് ഗസ്റ്റോ ഒന്നുമല്ല, നിങ്ങൾ അവരുടെ ഫാമിലി ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഈ ബുക്കിന് 3 കപ്സ് ഓഫ് ടീ എന്ന പേര് തന്നെ വന്നത്. ഹജി അലി ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു ഗ്രെഗിനോട്. അങ്ങനെ പെട്ടെന്നൊരു കാര്യം കേട്ടപ്പോൾ ഗ്രെഗ് ഹൊറിഫൈഡ് ആയി. എന്താണെന്നോ, അതായത് ആ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷനോ സ്കൂളോ ഒന്നും ഇല്ല എന്നുള്ളത്. ഗ്രെഗിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ആ ഒരു ഫാക്ട്. ഗ്രെഗ് അങ്ങനെ ഹജി അലിക്കും ആ ഗ്രാമത്തിലുള്ളവർക്കും വാക്ക് കൊടുത്തു, അതായത് താൻ അവിടെ ഒരു സ്കൂൾ പണിതിരിക്കും എന്നുള്ളത്. ഗ്രെഗ് അങ്ങനെ ഗ്രെഗിന്റെ വാക്ക് പാലിക്കും. പക്ഷെ കുറെ ഹാർഡ്ഷിപ്സും ചാലഞ്ചസും ഒക്കെ ഗ്രെഗ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും നല്ല മനുഷ്യർ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത്. സോ വർത്ത് റീഡിങ് ദ ബുക്ക് 3 കപ്സ് ഓഫ് ടീ. അതേപോലെ തന്നെ വർത്ത് ഗോയിങ് ടു ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇലവീഴ പൂഞ്ചിറ. കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് യാത്ര. അതിമനോഹരമായ സൺസെറ്റും നല്ല തണുപ്പും നല്ല കാറ്റും നല്ല വ്യൂവും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഇലവീഴ പൂഞ്ചിറ. ആദ്യം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്ന വഴിയിലും നമുക്ക് കുറേ കാഴ്ചകളും ആ മൗണ്ടനും ആ സ്കൈയും ഒക്കെ നിൽക്കുന്നത് കാണാനും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ആസ്വദിക്കാനും നമുക്ക് പറ്റും. അങ്ങനെ കുറച്ചധികം നടന്നതിന് ശേഷമാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ എത്തുന്നത്. ഇതുപോലൊരു വാട്ടർ ഫ്ലോ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലവും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും എന്നാണ് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞതൊക്കെ. നല്ല രസമായിരുന്നു. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം അവിടെ നിൽക്കാം. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയോളം ആയി. പക്ഷെ എന്നാലും ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ ശരിക്കും ആസ്വദിച്ചു.